പുതുതലമുറയോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന്. 100-ൽ ഒരു 90 പേരും പറയുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നായിരിക്കും. പക്ഷേ കേരളത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ രീതികളെയും നിലവിലുള്ള സമവാക്യങ്ങളെയുമൊക്കെ പാടെ തിരുത്തിക്കുറിച്ചുകൊണ്ട് വി.ഡി. സതീശൻ ചരിത്രത്താളുകളിൽ പുതിയൊരു അധ്യായം രചിക്കുന്ന ഘട്ടത്തിൽ ജെൻസി കിഡ്സിന് ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറുന്നൊരു കാഴ്ച നമ്മൾ ഇവിടെ കാണണം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജനപ്രിയ നടൻ വിജയ് യുവതലമുറയുടെയും പുതിയ കാലഘട്ടത്തിന്റെയും പിൻബലത്തോടെയാണ് രാഷ്ട്രീയത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയാവുന്നത്. സമാനമായ ചില സംഭവങ്ങളും കേരളത്തിൽ ദൃശ്യമാണ്. വി.ഡി. സതീശന് 62 വയസ്സുണ്ട്. പക്ഷേ 62കാരൻ്റെ മനോഭാവമല്ല. തന്റെ ചിന്താഗതികൾ കൊണ്ടും വേറിട്ട പ്രവർത്തന ശൈലി കൊണ്ടും പുതിയ തലമുറയുമായി ഇത്രയും അധികം ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ മറ്റൊരു കോൺഗ്രസ് നേതാവ് സമീപകാല ചരിത്രത്തിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായ അകലം പാലിച്ച് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് തങ്ങളെന്നുള്ള ബോധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു വലിയ വിഭാഗം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ അവർക്കൊന്നും ഈ രാഷ്ട്രീയ ചർച്ചകളെ, ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ആധുനിക യുവത്വത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ സതീശൻ നടത്തിയ കുറേയധികം രീതികളുണ്ട്. പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് മുതൽ മോഡിഫിക്കേഷൻ വരെയുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിലെ ചില കാര്യങ്ങളുണ്ട്. ഭാവി കേരളത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവി വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചപ്പോൾ ഇതൊക്കെ തങ്ങൾക്കും ആവശ്യമുള്ളതാണെന്നും ഇങ്ങനെ നടപ്പിലാക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് തങ്ങൾക്ക് വേണ്ടതെന്നും ജെൻസി കിഡ്സിന് തോന്നി. യുവാക്കൾ നിയന്ത്രിക്കുന്ന മുൻനിര ഡിജിറ്റൽ മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിൽ യാതൊരുവിധ മടിയുമില്ലാതെ പങ്കെടുക്കാനും അതിലൂടെ താൻ എന്താണ് ഇനി ഭാവി കേരളത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മാറ്റിമറിക്കേണ്ടതെന്നും തൻ്റെ ആശയങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ ഉണർത്തുന്ന സ്വപ്ന തുറമുഖ പദ്ധതികളെക്കുറിച്ചും തന്റെ കൃത്യമായ നിലപാടുകളും യുവാക്കളുടെ വലിയ താല്പര്യങ്ങളിലൊന്നായ ഈ മോഡിഫിക്കേഷൻ, വാഹന രൂപമാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപകടമില്ലാത്ത രീതിയിൽ നിയമവിധേയമാക്കുമെന്ന പ്രായോഗിക നിർദ്ദേശവും പുതിയ തലമുറക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ല. ഇതൊക്കെ അദ്ദേഹത്തെ വൻതോതിൽ ജനപ്രിയനാക്കി മാറ്റിയിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രസംഗമുണ്ടായിരുന്നു. പിണറായി വിജയനും വി.ഡി. സതീശനുമൊക്കെ നാളെ ഈ രാഷ്ട്രീയ രംഗത്തുണ്ടാകില്ല, മരണപ്പെടും, ഓർമ്മകളും നശിച്ചു പോകും. പക്ഷേ എന്നാൽ ഈ വരും തലമുറയ്ക്കായി കേരളത്തിൽ ഒരു മതനിരപേക്ഷ മണ്ണായി നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ വാചകം അത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡായിരുന്നു. ആശയപരമായ ഈ ദൃഢത അത് ജെൻസിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിലും അദ്ദേഹം അസാധാരണമായ വൈഭവം പ്രകടമാക്കിയിട്ടുണ്ട്. ഈ ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ രാഷ്ട്രീയം പറയാറുള്ളത്. അത് ആശാവർക്കർമാരായിക്കൊള്ളട്ടെ, അപരവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളായിക്കൊള്ളട്ടെ, സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി പോലും അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. മാത്രമല്ല ലീഗിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കൾ നടത്തിയ ഏറ്റവും വർഗീയമായ പരാമർശങ്ങളെയൊക്കെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന വി.ഡി. സതീശൻ്റെ നിലപാടുകളുടെ ദൃഢത അത് നമ്മൾ കണ്ടു. ഏതൊരു സങ്കീർണമായ വിഷയവും ഒറ്റത്തവണ കേട്ടാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അതേ പ്രവർത്തന ശൈലിയാണ് വി.ഡി. സതീശനെന്നും കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മികവും അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും ആഴത്തിലുള്ള വായനയും ഒക്കെ ജെൻസിയെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും മോഡിഫിക്കേഷനും തുടങ്ങി നിരവധി വിഷയങ്ങൾ കൊണ്ട് വി.ഡി. സതീശൻ ജെൻസികളുടെ മുഖ്യമന്ത്രി കൂടിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.